ഗൈസ്, ഇതിന്റെ ഫസ്റ്റ് ഡേന്റെ അവസാനമാണ് ഞാൻ ശരിക്കും എടുക്കുന്നത്. പക്ഷേങ്കിൽ ഇത് വീഡിയോന്റെ ആദ്യമായിരിക്കും ഞാൻ കൊടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഇന്നേ വരെ വ്ളോഗ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. തെറ്റുണ്ടെങ്കിൽ ഉണ്ടെന്ന് കറക്റ്റായിട്ട് പറഞ്ഞോളുക. നിങ്ങൾക്ക് എന്താണോ ബുദ്ധിമുട്ട് വരുത്തിയിട്ടുള്ളത്, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്തുണ്ടെങ്കിലും അത് നിങ്ങൾ അറിയിക്കുക. എനിക്ക് എന്നാലേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹായോടൊപ്പം നമ്മൾ രാവിലെ എണീറ്റ് നമ്മുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് പല്ലിയപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വെറും വയറ്റിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇളം ചൂടുവെള്ളത്തിലേക്ക്. ശരിക്കും നമുക്ക് ഒരു നാരങ്ങ മതി, പക്ഷേങ്കിൽ ഈ നാരങ്ങ തീരെ കുഞ്ഞായതുകൊണ്ട് ഒരു 2 അല്ലിയും എടുത്തു. എന്നിട്ട് ജസ്റ്റ് ഇതാ ചൂടുവെള്ളത്തിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് തേൻ. ഹണി നിർബന്ധമാണ്. തേൻ ശരിക്കും പറഞ്ഞാൽ ഒരു 1/2 ടേബിൾ സ്പൂൺ എടുക്കാനാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ ഞാൻ എടുത്തപ്പോൾ ഇച്ചിരി കൂടിപ്പോയിട്ടോ. അല്ലേ, 1 ടേബിൾ സ്പൂണായി. അത്ര വേണ്ട, ഒരു 1/2 ടേബിൾ സ്പൂൺ മതി. വളരെ ലേശം ഉപ്പിട്ടോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് രാവിലെ വെറും വയറ്റിൽ അടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി ഫുള്ള് ഡീടോക്സ് ചെയ്യാൻ ഇത് സഹായിക്കും. അതായത് നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത ടോക്സിൻസ് മൊത്തം ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഗുണം നമ്മുടെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ബൂസ്റ്റ് ആവും. അത്യാവശ്യം നല്ല രീതിക്ക് തടി ഉള്ളവരാണെങ്കിൽ തടി കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്ന്. ഇത് അത്യാവശ്യം ഗ്ലോബലി അതായത് നല്ല വലിയ കിട്ടിലെ യൂട്യൂബേഴ്സൊക്കെ പറയുന്ന ഒരു മെത്തേഡാണ്. ഇത് യൂസ് ചെയ്ത അടിപൊളിയാണെന്നാണ് പറയുന്നത്. പിന്നെ ഇത് സയന്റിഫിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കിടിലം മെത്തേഡാണ്. എന്താണെങ്കിലും ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് വൈകാതെ അറിയാം. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റൂട്ടീനിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്ട്രെച്ച് ചെയ്യണം. നമ്മൾ എന്തൊക്കെയാണെങ്കിലും ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ദിവസം രാവിലെ എണീറ്റൊന്ന് സ്ട്രെച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ. ബാക്കി റൂട്ടീൻസൊക്കെ നമുക്ക് വഴിയേ പറയാം. ഹലോ, അപ്പം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമ്മൾ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കംപ്ലീറ്റ്ലി ഫോർ ഒരു തടി കുറയ്ക്കാം അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യാം. കാരണം ഞാൻ തടിയുള്ള വ്യക്തി ആയതുകൊണ്ട് തടി കുറച്ചിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് കാട്ടാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എന്താണെങ്കിലും എനിക്ക് പ്രാക്ടിക്കലി മെലിഞ്ഞവർക്ക് തടി കൂട്ടുന്ന എക്സാമ്പിൾ കാട്ടിത്തരാൻ കഴിയത്തില്ല. അപ്പം ആ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, മെലിഞ്ഞിരിക്കുന്നവർക്ക് തടി കൂട്ടണം എന്നുള്ളൊരു ഇത് വേണമെന്നുണ്ടെങ്കിൽ, ഞാൻ ആരെങ്കിലും സഹായത്തോടെ ആരെങ്കിലും പ്രാക്ടിക്കലി അത് ചെയ്തവരുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യിക്കാൻ ഒരു തിയററ്റിക്കൽ ആയിട്ട് ചെയ്തു തരാം. പക്ഷേങ്കിൽ ഈ ട്രാൻസ്ഫോർമേഷൻ ഇപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ്ലി ഫോർ ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണ്. അത് കംപ്ലീറ്റ്ലി തടി ഉള്ളവർക്ക് എങ്ങനെ തടി കുറയ്ക്കാം എന്നുള്ളതാണ് എനിക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും രാവിലെ എണീറ്റ് ഉടനെ പ്രഭാതകർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പല്ലും തേപ്പും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ ആ കാട്ടി തന്ന വെള്ളം കുടിക്കലാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വൈറലായിട്ടുള്ള ഒരു ടെക്നിക്കാണ് 10,000 സ്റ്റെപ്സ് എ ഡേ എന്ന് പറയുന്ന ഒരു പരിപാടി. അതായത് 10,000 സ്റ്റെപ്സ് ഒരു ദിവസം നടക്കുക. 10,000 സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.5 കിലോമീറ്റർ ഓൾമോസ്റ്റ്. അപ്പം 7.5 കിലോമീറ്റർ നടക്കണം എല്ലാ ദിവസവും. 30 ദിവസത്തേക്ക് ഈ 7.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോം ആവുമെന്നാണ് ഗ്ലോബലി പറയുന്നത്. അപ്പം നമുക്കത് ചെയ്തു നോക്കാം. ഞാൻ എന്താണെങ്കിലും എല്ലാ ദിവസവും ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നടക്കാൻ തുടങ്ങിയതാണ് ആക്ച്വലി. പിന്നെ നല്ല കാറ്റാണ് കൈസ് ഇവിടെ. അപ്പം ഈ കാറ്റിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്നൊന്നും മനസ്സിലാവാത്തതുകൊണ്ടാണ് ജസ്റ്റ് ഇവിടെ ഇരുന്നത്. ഇപ്പം ഞാൻ കാട്ടിത്തരാം എത്ര നടന്നു എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ചാൻസ് ഇല്ല. ഞാനിത് പിന്നീട് കാട്ടിത്തരാം. 2603 സ്റ്റെപ്സ് ഞാനിപ്പോൾ നടന്നു. ഇനിയും കിടക്കുന്ന 3/4 ഭാഗത്തോളം. അപ്പം അത് പയ്യങ്ങ് നടന്നു തന്നെ തുടങ്ങാം. ഈ കൊച്ചിയിലും ടൗൺ ഏരിയസിലൊക്കെ ജീവിക്കുന്നവരെ സംബന്ധിച്ച് ഇത് നല്ല വിഷമം ഉണ്ടാക്കുന്ന സാധനമാണ്. കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കിയ ഗൈസ്. ചിത്രം പറയുന്ന പോലെയാണെങ്കിൽ സുഹൃത്തുക്കളെ, ദൈവം ഭൂമിക്ക് കൊടുത്ത അത്ഭുതം കാണണോ. ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടുന്നതും നടക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. ചിലവർ ചോദിക്കുമായിരിക്കും ഓടിയാൽ പോരെ, എന്തിനാണ് ഇത്ര ദൂരം നടക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ എങ്കിൽ അങ്ങനെയല്ല ഗൈസ്. നമ്മൾ ഓടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലറീസ് ആണ് യൂസ് ചെയ്യുന്നത്, ബേൺ ആയി പോകുന്നത്. മറിച്ച് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ഫാറ്റ് ഒരുപാട് ബേൺ ആവുമെന്നാണ് സയന്റിഫിക്കലി പറയുന്നത്. അത് വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചേഞ്ച് കണ്ടിട്ട് മനസ്സിലാക്കാം. ചിലവർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും എത്ര മണിക്കാണ് എഴുന്നേൽക്കേണ്ടതെന്ന്. അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് എപ്പോഴാണോ സ്യൂട്ടബിൾ ആ ഒരു ടൈമിൽ എണീക്കുക. എന്താണെങ്കിലും ഒരു 8 മണിക്കൂർ ഉറങ്ങാൻ നോക്കുക. 8 മണിക്കൂറാണ് ഏറ്റവും നല്ലത് നമ്മുടെ ശരീരത്തിന് ഇങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ. അറ്റ്ലീസ്റ്റ് 7 മണിക്കൂർ മസ്റ്റായിട്ടും 6 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. 8 മണിക്കൂർ ഉറങ്ങിയാൽ നമുക്ക് വളരെ നല്ലതാണ്. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നിപ്പോൾ 7:30 എണീറ്റ്. പക്ഷേ അത് മാറ്റണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സമയം വൈകി. അത്രയും വൈകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ല. നമുക്കൊരു 6:30 സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ല ലേറ്റ് ബേർഡാണ്. ഞാൻ ഒരു 2 മണിക്കൊക്കെ ഉറങ്ങുന്ന ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് നമ്മളൊരു ചേഞ്ച് ഒരു 10:30 കയറി കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു ചേഞ്ച് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളും അങ്ങനെയൊക്കെ ആണെങ്കിൽ സഡൻ ഒരു ചേഞ്ച് ഉറക്കത്തിലൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം പയ്യെ ടൈം മാറ്റി. അപ്പം ഞാൻ 2 മണിക്കായിരുന്നു ഉറങ്ങുന്നത്. ഇന്നലെ ഒരു 12 മണിക്ക് കയറി കിടന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ പയ്യെ ചേഞ്ച് കൊണ്ടുവരിക. സഡൻ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഒരു വിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മൾ 10,000 സ്റ്റെപ്സ് ആണ് പറഞ്ഞിരുന്നത്.
ഇപ്പം ഗോളൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ നേരമായത് 10,319 സ്റ്റെപ്സ് ആയി ഇപ്പൊ തന്നെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചെത്തണമല്ലോ. എങ്ങനെയാണെങ്കിലും ഞാൻ നടന്നു പോയത് ഇച്ചിരി കൂടിപ്പോയി. പിന്നെ കൈസ് ഒരു കാര്യം മറന്നുപോയി, നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ അതായത് ഡേ 1 എൻ്റെ വെയിറ്റ് എത്രയാണെന്ന് പറയാൻ മറന്നുപോയി. അത് ഇന്നലെ ഞാൻ നോക്കിയായിരുന്നു, 91.5 കിലോ മറ്റോ ആണ് ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ എൻ്റെ ഹൈറ്റ് 182 അപ്പോൾ എനിക്ക് ഐഡിയൽ വെയിറ്റ് 80 എത്തിയാൽ മതി. അപ്പം 11 കിലോളം കുറയ്ക്കണം, 11.5 കിലോളം. അപ്പോൾ അത് തിരിച്ചെത്തിയിട്ടുണ്ട്. വീഡിയോ എടുത്ത് അങ്ങനെ അങ്ങ് പോയി. ഇത് നോക്കിയേ, ഇത് കണ്ടോ, 10,000 സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് 12,168 സ്റ്റെപ്സായി. അതായത് 9.5 കിലോമീറ്റർ. 7.5 കിലോമീറ്റർ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ 9.5 കിലോമീറ്റർ പോയി. അതൊരു ആവേശത്തിന് പുറത്തങ്ങ് നടന്ന് ഞാൻ വീഡിയോ എടുത്ത് പോയതാ. അപ്പം ഞാൻ അറിഞ്ഞില്ല തിരിച്ചും വീട്ടിലേക്ക് നടക്കണമല്ലോ എന്നുള്ള കാര്യം. അമ്മക്കുട്ടീനെ ഇവിടെ കണ്ടു. അവിടെ രാവിലെ തന്നെ ചെടിയുടെ പണിക്ക് ഇറങ്ങിയേക്കാണ്. കണ്ടോ, ആള് ഭയങ്കര ചെടിയുടെ സ്നേഹിയാണ്. ഫുള്ള് ഗാർഡൻ സെറ്റപ്പ് ചെയ്തേക്കുക വീടിൻ്റെ മുന്നിൽ കൂടെ. കണ്ടോ, എന്തുവാ അമ്മക്കുട്ടീനെ കാട്ടും. അമ്മക്കുട്ടീനെ കാട്ടല്ലേ എന്ന്. അമ്മ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ലേ, അതുകൊണ്ട് കാട്ടരുതെന്ന്. പക്ഷേങ്കിൽ ഇവിടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല സുന്ദരി കുട്ടിയായിട്ടിരിക്കുന്ന ഒരാളുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അമ്മച്ചിക്കുട്ടി. ഹായ് പറയൂ അമ്മച്ചി. ഹായ്. അത് തന്നെ, അതൊന്നും ഇല്ല. ഇത് ക്യാമറയാ, വീഡിയോ എടുത്തോണ്ടിരിക്കുക. ആള് ഭയങ്കര പത്രം വായനയിലൊക്കെയാണ്, ഭയങ്കര ബുക്ക് വായന സ്പെഷ്യലിസ്റ്റാ. സാധാരണ അമ്മച്ചിമാരെ പോലെ സീരിയലും കണ്ട് സമയം കളയുന്ന ആളല്ല. ബുക്ക് വായന, പിന്നെ പത്രം വായന, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അറിവുകൾ ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇന്ന് വായിക്കുന്ന പത്രം ഇന്ന് തന്നെ മറന്നു പോകും, അല്ലേ അമ്മച്ചി? അപ്പൊ അതാണ് അമ്മച്ചീന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരാണ് ഗൈസ്, പ്രായമായില്ലേ. ഓക്കെ, അപ്പൊ ഇനി എന്താണെങ്കിലും കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ മുതലുള്ള ബാക്കി കാട്ടിത്തരാം. അപ്പൊ ഹായ് മക്കളെ, കുളിയെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം മ്യൂസ്ലി ആണുള്ളത്. അപ്പോൾ അതിനൊരു നമ്മൾ കുറച്ച് പാലെടുക്കുന്നുണ്ട്. ഒരു 250 ml പാല് വേണം. കെലോഗ്സിൻ്റെ മ്യൂസ്ലി, ഇതാണ് ഞാൻ രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കൽ. പിന്നെ ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇതൊക്കെ ഇച്ചിരി പ്രോട്ടീൻ കൂടുതലുള്ള സാധനങ്ങൾ നോക്കി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ കഴിക്കുന്ന ഇതാണ് മ്യൂസ്ലി. പിന്നെ ഇടയ്ക്ക് ചില ദിവസമൊക്കെ നമ്മളിപ്പം എന്തെങ്കിലും അപ്പോ മുട്ടക്കറി അങ്ങനെ പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താണെങ്കിലും ഇത് ഉണ്ടാക്കട്ടെ. അതും മ്യൂസ്ലി ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുക, ഓട്സ് ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മ്യൂസ്ലി ഓട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുറേ സീഡ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് ബദാം, നട്ട്സ് അങ്ങനത്തെ എന്ത് വേണമെങ്കിലും ഇടാം. നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, നിങ്ങളുടെ ചോയ്സാണ്. ഇവന്മാരുടെ കാര്യം ഞാൻ മറന്നുപോയി. ഇവന്മാർ ഭയങ്കര നിർബന്ധമുള്ള സാധനം കേട്ടോ. മുട്ട ഒരു 4 അടിക്കാം. നമുക്ക് രാവിലെ ഒരു 2 അടിക്കാം, വൈകുന്നേരം ഒരു 2 അടിക്കാം. മുട്ടേൻ്റെ മഞ്ഞ എനിക്ക് എന്താണോ അതിൻ്റെ സവിശേഷതകൾ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ എനിക്ക് മഞ്ഞ വലിയ ഇഷ്ടമല്ല കഴിക്കാൻ, അതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല. വെള്ളം മാത്രമേ കഴിക്കാറുള്ളൂ. ഇതാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയി. ഹമ്പോ, ഇന്നെന്താണോ ഇന്ന് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ പേരിൽ അത്യാവശ്യം നല്ല വൈകി എന്ന് പറഞ്ഞാൽ ഒന്നാമത് എണീറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ വൈകി. പക്ഷേ ഇത് ശരിയില്ല. നമ്മളൊരു 6:30 എന്താണെങ്കിലും തുടങ്ങി വെക്കാൻ നോക്കാം. 6:30 അല്ലെങ്കിൽ 7 അതിനുള്ളിൽ തുടങ്ങി വെച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെങ്കിലും ഒരു 9, 8-9 ഇടയിൽ അതിനുള്ളിൽ കഴിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പം നമുക്ക് നാളെ തൊട്ട് അത് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ എന്താണെങ്കിലും ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരിക. അപ്പോൾ നാളെ തൊട്ടുള്ള എൻ്റെ റൂട്ടീനിൽ ഞാൻ എങ്ങനെയാണെങ്കിലും അതൊക്കെ മാറ്റി സെറ്റാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കറക്റ്റ് ടൈമിലാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട നിങ്ങൾക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 8 to 9 ഇടയിൽ കഴിക്കാൻ നോക്കുക. പിന്നെ ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു 1 മണി 1:30 അതിൽ കഴിക്കാൻ നോക്കുക. അതിലെന്താണെങ്കിലും കഴിക്കുക. പിന്നെ ലഞ്ച്, ഇതാണ് മസ്റ്റ്. ഈ ലഞ്ചിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഞാനടക്കം തെറ്റിക്കുന്നതാണ്. ഇതൊരു എന്താ പറയുക, ഒരു 7 മണി അല്ലെങ്കിൽ 7:30 മസ്റ്റായിട്ടും കഴിക്കാം. കാരണം ലഞ്ച് നിങ്ങൾ പോയിട്ട് 9 മണിക്ക് കഴിച്ചിട്ട് 10 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ ഇത് ഡൈജസ്റ്റ് ആവത്തില്ല. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ട് ഒരു കാര്യമില്ല, നമുക്ക് നല്ലതല്ല അങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ ഒരു 7 മണി 7:30 അതിനുള്ളിൽ എന്താണെങ്കിലും കഴിക്കണം. നമ്മുടെ റൂട്ടീൻ്റെ ഭാഗമായിട്ട് ഇതായിരിക്കും നമ്മുടെ ഈ ഫുഡിൻ്റെ ഒരു ടൈം ക്രമങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും വേറെ ഒന്നുമില്ല, ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനിയിപ്പോൾ എന്താണെങ്കിലും വേറെ പരിപാടികളൊന്നുമില്ല. എന്താണെങ്കിലും ഒരു 1 മണിക്ക് നമ്മൾ ലഞ്ച് കഴിക്കുമ്പോൾ മുതൽ കാട്ടാം. പിന്നെ വൈകിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ വഴിയേ വരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു സാധനമാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഈ കുപ്പി തന്നെ വേണമെന്നല്ല, ഏത് കുപ്പിയായാലും കുഴപ്പമില്ല. കുപ്പിയും വെള്ളവും മസ്റ്റാണ്. 3.5 ലിറ്റർ വെള്ളം ഒരു ദിവസം ഞാൻ കുടിക്കും. 3 to 3.5 ലിറ്റർ വെള്ളം എന്താണെങ്കിലും കുടിച്ചിരിക്കണം ഈ റൂട്ടീൻ നമ്മൾ ചെയ്യുമ്പോൾ. ഈ റൂട്ടീൻ ചെയ്യണമെന്നൊന്നുമില്ല, ബട്ട് നിർബന്ധമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ ഒരു പരിപാടി ചെയ്തോ, എന്നും ഒരു 3.5 ലിറ്റർ വെള്ളം കുടിച്ചോ, നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും, ഒത്തിരി ചേഞ്ച് ഉണ്ടാവും. കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്, നല്ല ചേഞ്ച് ഉണ്ടാവും. അപ്പം ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരൻ്റെ ഡയറ്റാണ്. കുറച്ച് ചോറ്, അധികമൊന്നുമില്ല, ഒരു ലേശം ചോറ്,
പിന്നെ ചിക്കൻ കറി ഉണ്ട്, അത് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട്. അപ്പം ചിക്കൻ കറി കുറച്ചെടുത്ത് വന്നു ഉച്ചയ്ക്ക്. കുറച്ച് വാഴയ്ക്കാത്തോരനുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അമ്മച്ചിയുടെ വകയാണ്. എന്താണ്, മീൻ പൊടിച്ച ചമ്മന്തി. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതെന്തോന്ന് ഡയറ്റ് എന്ന്. പക്ഷേങ്കിൽ എന്നെ സംബന്ധിച്ച് ഇത് മതി, നമുക്ക് ഇത് വെച്ചിട്ടും മാറാൻ പറ്റുമോ എന്നുള്ളത് നോക്കി നോക്കാമല്ലോ. സാധാരണ ഭക്ഷണം കഴിച്ച് അത് ഒരു ലിമിറ്റിൽ എല്ലാം ആവശ്യമുള്ളത് മാത്രമൊക്കെ കഴിച്ച് സെറ്റ് ചെയ്ത് പോയാലും നമുക്ക് റിസൾട്ട് വരുമോ എന്ന് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഗൈസ്, ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ എങ്ങനെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഈ റൂട്ടീനിൽ ഞാൻ പോകുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബ്രോസ്റ്റഡ് ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണ്, ലേസ്, ബിങ്കോ, സ്നാക്സ്, അതൊക്കെ ഇഷ്ടമുള്ള ഭക്ഷണമാണ്. പക്ഷേ അങ്ങനത്തെ ഇഷ്ടം എല്ലാം നമ്മൾ ഒഴിവാക്കണം. അത് ഒഴിവാക്കിയേ പറ്റുള്ളൂ. ലൈക്ക് ബേക്കറി ഒഴിവാക്കുക, എണ്ണക്കടികൾ ഒഴിവാക്കുക, ഷുഗർ മസ്റ്റായിട്ട് ഒഴിവാക്കുക. ഈ ഒരു റൂട്ടീൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനി ചെയ്യുന്നില്ലെങ്കിലും ഈ റൂട്ടീൻ ഇപ്പം നിങ്ങൾ കാണുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും ഷുഗർ ഒഴിവാക്കിക്കോ. നിങ്ങളുടെ ലൈഫിന് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഏറ്റവും ബെസ്റ്റ് തിങ്ങാണ് ഷുഗർ കട്ട് ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് പറയുമ്പം നിങ്ങൾക്കിപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാവില്ലേ. ഇപ്പം ചിക്കൻ ഹെൽത്തിയാണ്, അതേപോലെ മീൻകറി, അങ്ങനത്തെ ഒരുപാട് ഭക്ഷണങ്ങൾ. അപ്പം ആ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, ഒന്നും ഓവറാവരുത്. എല്ലാം ഒരു മയത്തിൽ, എല്ലാത്തിനും അതിൻ്റേതായ ഒരു അളവിലും കാര്യങ്ങളും. നിങ്ങൾക്ക് തോന്നുന്നത് മീൻസ് നിങ്ങൾക്ക് വയറ് ഫുള്ളാവുന്ന ഒരു കഴിക്കാതിരിക്കുക. ഒരു മീഡിയം വയറ് എപ്പോഴും ഒരു മീഡിയത്തിൽ നിർത്തി ഭക്ഷണം കഴിക്കുക. നമുക്കെന്നാൽ നല്ല പ്രോട്ടീനുള്ള സാധനങ്ങൾ മാക്സിമം കഴിക്കാനും നോക്കുക ഇതിൽ. അല്ലാതെ പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു മസാല പോലും ഇടാതെ ചിക്കനൊക്കെ വേവിച്ച് വെറുതെ തിന്നുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അങ്ങനത്തെ പ്രാന്തൊന്നും ചെയ്താൽ ഞാൻ 2 ദിവസത്തിനകം നിർത്തിപ്പോവും. എനിക്ക് പറ്റൂല. എനിക്ക് ടേസ്റ്റുള്ള ഭക്ഷണമൊക്കെ തന്നെ കഴിച്ചിട്ടാണ് ഈ റൂട്ടീൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ റൂട്ടീൻ അങ്ങനെ ചെയ്തിട്ട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അത് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് ഈ ഒരു എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആവുകയാണെങ്കിൽ ഞാനത് തിരുത്തി കാട്ടിക്കൊടുക്കും. ഗൈസ്, അപ്പം സമയം ഇപ്പം 3:30. അപ്പം നമ്മൾ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് എടുക്കുന്ന പ്രീ വർക്കൗട്ട് എന്താണെന്ന് കാട്ടിത്തരാം. വേറെ ഒന്നുമല്ല, ഗ്രീൻ ടീ ആണ്. ഒത്തിരി ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഗ്രീൻ ടീനെ പറ്റി എല്ലാവർക്കും അറിയാലോ. ഇതേ കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ കളറൊക്കെ മാറി കഴിയുമ്പോൾ നൈസായിട്ട് അവനെടുത്ത് കുടിക്കുക, പോവുക. ഗ്രീൻ ടീ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു പ്രീ വർക്കൗട്ട് ഒന്നും അല്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ നിങ്ങൾ ജിമ്മ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, ഈ റൂട്ടീന്റെ ഭാഗമായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴം നല്ലതാണ്. ഒരു റോബസ്റ്റ് കഴിച്ചിട്ട് പോകുന്നത് നല്ലതാണ്. ഒരു 20 മിനിറ്റ്സ് മുന്നേ കഴിച്ചിട്ട് പോയാൽ അടിപൊളിയായിരിക്കും. പിന്നെ നമ്മൾ രാവിലെ കുടിച്ചാൽ ഡ്രിങ്കില്ല, അതാണ് ശരിക്കും പ്രീ വർക്കൗട്ട്. കിട്ടില്ല സാധനം അത് അടിച്ചിട്ട് പോയാൽ കിട്ടില്ല. പിന്നെ അത് രാവിലെ വെളുപ്പിന് എണീറ്റ് വെറുമ്പൈക്ക് കുടിക്കുമ്പം നമ്മുടെ വയറ്റിൽ ശരിക്കും ഒന്നുമില്ലല്ലോ. അപ്പം നല്ല അടിപൊളിയായിട്ട് ഡീടോക്സ് ചെയ്യും. നമ്മുടെ ശരീരത്തിലെ എല്ലാ ടോക്സിൻസും ഒഴിവായി കിട്ടും. അപ്പം അതുകൊണ്ടാണ് അത് രാവിലെ കുടിക്കുന്നത് നല്ലത്. ഗൈസ്, ബാഗൊക്കെ പാക്ക് ചെയ്തു, നമ്മൾ നേരെ ജിമ്മിലേക്ക് പോവാണ്. ഇതാണ് ഗൈസ് എൻ്റെ പടക്കുതിര. ഇവിടെ വേറെ ഒരെണ്ണം ഉണ്ട്, പക്ഷേ ഇവനെക്കാട്ടും എനിക്ക് ഫേവറേറ്റ് ഇത് തന്നെയാണ്. പക്ഷേ ഇതിനെ കുറേ പണികൾ ചെയ്യാണ്ട്. ഇനിയും നല്ല അലോയൊക്കെ ഇട്ട് കൊടുത്താൽ കാണാൻ നല്ല കിടിലമായിരിക്കും. എൻ്റെ സാമ്പത്തിക സ്ഥിതി വലിയ ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒന്നിലും തൊടാൻ പോയിട്ടില്ല. എന്താണെങ്കിലും ഫ്യൂച്ചറിൽ ഹോപ്പ്ഫുള്ളി നമുക്കതൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം മക്കളെ ഇതേ ജിമ്മിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ജിമ്മുള്ളത് കോട്ടക്കുന്നാണ്. കോട്ടക്കുന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ വയനാട്ടുകാരനാണ്, ബത്തേരിക്കാരനാണ്. അപ്പം ബത്തേരി ഉള്ള ഒരു സ്ഥലമാണ് കോട്ടക്കുന്ന്. അവിടെ ഉള്ള ഒരു ജിമ്മിലാണ് ഞാൻ പോകാറ്. നേരെ ചെന്ന് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വാമ്പൊക്കെ ചെയ്തു. ഒന്ന് ലെഗ് ഡേ ആയതുകൊണ്ട് ഇവിടെ പോയാലും ഓരോ കുരുപ്പുകൾ ഉണ്ടാവുമല്ലോ, അതേ പോകുന്നു പറഞ്ഞാൽ. ഒട്ടും വൈകാതെ നമ്മൾ പരിപാടി എന്താണെങ്കിലും തുടങ്ങി. പിന്നെ ജിമ്മിൽ ചെയ്യുന്ന വർക്കൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നൊന്നായിട്ട് ഞാൻ പറയുന്നൊന്നുമില്ല ഈ വീഡിയോയിൽ. അതെ ഗൈസ്, ഇവനാണ് എൻ്റെ ആശാൻ. ജിമ്മിൽ പോയിട്ട് ഞാൻ മെച്ചപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവൻ തന്നെയായിരിക്കും. കാരണം ഒത്തിരി നല്ല വർക്കുകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നോക്കാം അതൊക്കെ ബെനിഫിഷ്യൽ ആവുമെന്ന്. പിന്നെ ഗൈസ്, ജിമ്മിലെ വീഡിയോ എങ്ങനെ ഇടുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അത് എങ്ങനെ കുറേ എണ്ണം ഇങ്ങനെ നടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഒരു കണക്കിന് ജിമ്മിൽ പോകുമ്പോൾ ഒരു കമ്പനിയും ഇല്ലാത്തതാണ് ഏറ്റവും നല്ലത്, പ്രത്യേകിച്ച് വീഡിയോ ഒക്കെ എടുക്കാനുള്ള ആൾക്കാരാണെങ്കിൽ. ജിമ്മ് കഴിഞ്ഞ് എത്തിയ ഉടനെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നല്ല പ്രോട്ടീൻ സോഴ്സ് എന്തെങ്കിലും ലൈക്ക് ഇപ്പം നമുക്ക് പഴം അല്ലെങ്കിൽ മുട്ട, അത്യാവശ്യം നല്ല റിച്ച് ഇൻ പ്രോട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങൾ. മുട്ടയായിരിക്കും ഏറ്റവും നല്ലത്. കഴിഞ്ഞ് വന്ന അപ്പം തന്നെ കഴിച്ചിട്ട് ബാക്കി കുളിക്കലും പരിപാടികളൊക്കെ അത് കഴിഞ്ഞിട്ട് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഈ വർക്കൗട്ട് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ടൈമില്ലേ, ഈ ടൈമിൽ നമ്മുടെ ബോഡി നന്നായിട്ട് ഇൻടേക്ക് ചെയ്യും. നമ്മുടെ ബോഡിക്ക് നല്ല ആവശ്യമുണ്ട് ഇപ്പം പ്രോട്ടീൻ കൊടുക്കണം. അപ്പം അത് ആരും മറക്കാതിരിക്കുക. ജിമ്മിൽ പോകുന്നവർ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. നമുക്കിപ്പോൾ സാധാരണ രീതിയിൽ വീട്ടിലത്തെ ഏറ്റവും നല്ലൊരു സോഴ്സ് എന്ന് പറഞ്ഞാൽ കോഴിമുട്ടയാണ്. അത് പുഴുങ്ങി കഴിച്ചോളാം വന്ന പാടെ. അപ്പോൾ മക്കളെ, കുളിയൊക്കെ കഴിഞ്ഞ് ഡിന്നർ കഴിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. സോ ഡിന്നറിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മതാ ഷെഫ് പിള്ളയുടെ റെസിപ്പി നോക്കിയിട്ട് എന്തോ ഒരു ചിക്കനിൽ എന്തോ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. പിന്നെ വീറ്റിൻ്റെ ബ്രെഡ് 3 എണ്ണം, അതാണ് നമ്മുടെ ഡിന്നർ. അപ്പോൾ എൻ്റെ ഈ റൂട്ടീനിലെ മെയിൻ ആയിട്ടുള്ള പ്രോട്ടീൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെയാണ് ചിക്കൻ. ഹായ് ഓൾ, അപ്പം അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങില്ലേ, അപ്പൊ അതിനൊരു പ്ലാൻ വരയ്ക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ജസ്റ്റ് നിങ്ങളെ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഒരു റൂട്ടീൻ ബേസിൽ ജസ്റ്റ് നിങ്ങൾ കാട്ടിയെന്നേ ഉള്ളൂ. അപ്പൊ ഇത് ത്രൂ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഓക്കെ ഞാൻ ഇതാണ് ചെയ്യുന്നത്, ഇതാണ്
ഞാൻ ട്രാൻസ്ഫോം ആവാൻ വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഇതായിരിക്കും നെക്സ്റ്റ് 30 ഡേയ്സിലേക്ക് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഇതേ റൂട്ടീൻ. എന്നിട്ട് ഇതിന്റെ ഇടയിൽ ഒരു 10-ഓ 15-ാമത്തെയോ ദിവസം ഞാൻ അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് ത്രൂ എനിക്ക് കിട്ടുന്ന റിസൾട്ട്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടോ, അതെല്ലാം പറയുന്നതായിരിക്കും. പിന്നെ ആദ്യം പറഞ്ഞ പോലെ ഇത് വെറും ഒരു വരച്ച പ്ലാനാ. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒന്നും ആവാൻ പോകുന്നില്ല. ഇനിയാണ് നിങ്ങളുടെ ചാൻസ് വരാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ എന്റെ ലൈഫ് റൂട്ടീൻസ് കണ്ടു. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ട് അറിയേണ്ടത്. അതായത് ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് സ്കിൻ കെയർ റൂട്ടീൻ, ഇതിന്റെ കൂടെ ഞാനിപ്പോ ജസ്റ്റ് ഭക്ഷണമൊക്കെ വെറുതെ കാട്ടി പോലെ ചെയ്ത് അത് ഒഴിവാക്കി കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പക്ക ഒരു ഡയറ്റ് വേണം. പിന്നെ അതേപോലെ നമ്മുടെ ലൈഫിൽ നല്ല ഉപകാരപ്രദമായിട്ടുള്ള സപ്ലിമെന്റ്സ് കാര്യങ്ങൾ, ഞാൻ ജിമ്മിൽ ചെയ്ത വർക്കൗട്ട്സ്, അപ്പൊ ആ വർക്കൗട്ട്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എന്താണ് വേണ്ടത്, ഇന്നതാണ് ചെയ്തത്, അതൊക്കെ സെപ്പറേറ്റ് ഇപ്പം ഡയറ്റിന് ഒരു പക്ക ഡയറ്റിന്റെ വീഡിയോ വേണം, ജിമ്മിന് ഒരു ജിമ്മിന്റെ പക്ക വീഡിയോ വേണം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ആവശ്യം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞാനപ്പോ നിങ്ങളുടെ ആവശ്യാനുസരണം പുതിയ വീഡിയോസ് കൊണ്ടുവരുന്നതായിരിക്കും, വ്ളോഗുകൾ പോലെ. 30 ദിവസം ഇതായിരിക്കും എന്റെ റൂട്ടീൻ. അതിന്റെ കൂടെ നിങ്ങൾക്ക് പക്കയായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതും കൂടെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുക. അപ്പൊ എല്ലാ ചേട്ടന്മാർക്കും അനിയന്മാർക്കും ചേച്ചിമാർക്കും അനിയത്തിമാർക്കും എന്റെ ഗുഡ് നൈറ്റ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.